പല കഥകളും സംഭവങ്ങളും ചില ഓർമ്മപ്പെടുത്തലുകളാണ്. അത്തരമൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ കഥ. വെറുമൊരു സംഭവ കഥയല്ല. ആണവ ചരിത്രത്തിലെ റേഡിയേഷന്റെ ഏറ്റവും വലിയ ഇരയാക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ഓർമ്മപ്പെടുത്തൽ. ഹിസാഷി ഔച്ചി. ലിറ്റിൽ ബോയും ഫാറ്റ്മാനും തീർത്ത വേദനകൾ ലോകം ഓർത്തിരിക്കുമ്പോൾ ഹിസാഷിയെ മറക്കുന്നതെങ്ങനെ? കഥ അങ്ങ് ജപ്പാനിലാണ്. ജപ്പാനിലെ ടോക്കിമുറ ആണവ കേന്ദ്രത്തിൽ സാങ്കേതിക വിദഗ്ധനായി ജോലി ചെയ്യുകയായിരുന്നു ഹിസാഷി ഔച്ചി. സംഭവം നടക്കുന്നത് 1999 സെപ്റ്റംബർ 30. അന്നും പതിവ് പോലെ അദ്ദേഹം തന്റെ ജോലിസ്ഥലത്തെത്തി. ഒരു പുതിയ ബാച്ച് ഇന്ധനം നിർമ്മിക്കാനായിരുന്നു അന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത്. സൂപ്പർവൈസർ യൂതക യൊക്കോകാവയുടെ നേതൃത്വത്തിൽ ഹിസാഷി ഔച്ചിയും മറ്റൊരു ടെക്നീഷ്യനായ മസാറ്റോ ഷിനോഹാരയും ഇന്ധനം നിർമ്മിക്കാനായി തുടങ്ങി. കമ്പനി നൽകിയ സമയപരിധിക്കുള്ളിൽ ഇന്ധനം നിർമ്മിക്കാനായി ഒരു കുറുക്കുവഴി ഉപയോഗിക്കാൻ അവർ തീരുമാനിച്ചു. അതിനായി അവർ തിരഞ്ഞെടുത്തതോ തീർത്തും അപകടകരമായേക്കാവുന്ന സുരക്ഷിതമല്ലാത്ത ഒരു രീതിയും. മെഷീനുകളുടെയും ഓട്ടോമാറ്റിക് പമ്പുകളുടെയും സഹായമില്ലാതെ യുറേനിയവും നൈട്രിക് ആസിഡും സ്വമേധയാ കലർത്തുക. കൈകൾ ഉപയോഗിച്ച് ഏകദേശം 35 പൗണ്ട് സമ്പുഷ്ട യുറേനിയം സ്റ്റീൽ ബക്കറ്റുകളിൽ അവർ കലർത്തി. നിർഭാഗ്യവശാൽ വളരെ അസ്ഥിരമായൊരു മിശ്രിതമാണ് അന്ന് അവർ കലർത്തിയത്. സമയം രാവിലെ 10:35 കാണും. ഒരു ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷൻ അവിടമാകെ രൂപം കൊണ്ടു. ചെറൻകോവ് റേഡിയേഷൻ എന്നറിയപ്പെടുന്ന ഒരു തിളങ്ങുന്ന നീല ഫ്ലാഷ് പൊട്ടിത്തെറിച്ചു. ഇത് വലിയ തോതിലുള്ള ഗാമാ വികിരണങ്ങൾ പുറപ്പെടുവിച്ചു. ഈ പ്രതികരണത്തോട് ഏറ്റവും അടുത്തു നിന്നിരുന്നത് ഹിസാഷി ഔച്ചിയായിരുന്നു. ഏകദേശം 17 സിവേർട്ടുകളാണ് അന്ന് അയാൾ ആഗിരണം ചെയ്തത്. അതായത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും ഉയർന്ന ഡോസ്. അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന ഷിനോഹാര 10 സിവേർട്ടുകളും സൂപ്പർവൈസർ യുക്കോകാവ 3 സിവേർട്ടുകളും ആഗിരണം ചെയ്തു. ജപ്പാനിലെ ആണവ നിലയങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഒരു വർഷത്തിൽ 50 മില്ലി സിവേർട്സ് ഉപയോഗിക്കാനുള്ള അനുവാദം മാത്രമുള്ളപ്പോഴാണ് ഈ സംഭവങ്ങൾ അരങ്ങേറുന്നത്. ഹിസാഷി ഔച്ചിക്കേറ്റ റേഡിയേഷന്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരുന്നു. അദ്ദേഹത്തിന് തീവ്രമായ ഛർദിയും തലക്കറക്കവും അനുഭവപ്പെടാൻ തുടങ്ങി. ശരീരത്തിന്റെ സെല്ലുലാർ ഘടനയുടെ ബ്ലൂ പ്രിന്റായ DNA ഇത് നശിപ്പിച്ചു. പ്രതിരോധ സംവിധാനത്തെ ഇല്ലാതാക്കി. നശിച്ചുപോയ കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ ശരീരത്തിന് കഴിവില്ലാതായി. ഹിസാഷിയുടെ ചർമ്മത്തിന്റെ വലിയ ഭാഗങ്ങൾ അടർന്നു വീഴാൻ തുടങ്ങി. ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം പരാജയപ്പെടാൻ തുടങ്ങി. ഉടനെ തന്നെ ടോക്കിയോ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ ഹിസാഷിയെ എത്തിച്ചു. അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ ഡോക്ടർമാർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. റേഡിയേഷൻ വിഷബാധയുടെ പ്രത്യാഘാതങ്ങളെ പ്രതിരോധിക്കാൻ സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ്, സ്കിൻ ഗ്രാഫ്റ്റുകൾ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ ചികിത്സാ രീതികൾ അവലംബിച്ചെങ്കിലും ഇനിയും ഹിസാഷിയെ തിരിച്ചുകൊണ്ടുവരാൻ കഴിയില്ലെന്നുള്ള തിരിച്ചറിവിലേക്ക് ഡോക്ടർമാർ എത്തിക്കഴിഞ്ഞിരുന്നു. ദിവസങ്ങൾ ആഴ്ചകളായി മാറി. ഓച്ചിയുടെ നില വഷളായിക്കൊണ്ടേയിരുന്നു. ഇതിനിടയിൽ അദ്ദേഹത്തിന്റെ പേശികൾ ശിഥിലമായി. ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം ഒന്നൊന്നായി നിലയ്ക്കാൻ തുടങ്ങി. ലൈഫ് സപ്പോർട്ട് മെഷീനുകളും ഡോസ് കൂടിയ മരുന്നുകളും ഓച്ചിയെ ജീവനോടെ നിലനിർത്താൻ ഡോക്ടർമാർ ഉപയോഗിച്ചുകൊണ്ടേയിരുന്നു. മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് താൻ അനുഭവിക്കുന്ന വേദനയെന്നും ഇനിയും കഷ്ടപ്പാടുകൾ സഹിക്കാൻ കഴിയില്ലെന്നും ഡോക്ടർമാരോട് പറഞ്ഞ ഹിസാഷി തന്നെ മരിക്കാൻ അനുവദിക്കണമെന്ന് അവരുടെ കരനപേക്ഷിച്ചു. പക്ഷെ ഹിസാഷിയെ ജീവനോടെ നിലനിർത്താനാണ് മെഡിക്കൽ സംഘം തീരുമാനിച്ചത്. കാരണം ഹിസാഷിയുടെ കേസ് തീവ്രമായ റേഡിയേഷൻ എക്സ്പോഷറിന്റെ ഫലങ്ങളെക്കുറിച്ചുള്ള ഡാറ്റ ശേഖരിക്കാൻ അവരെ സഹായിച്ചിരുന്നു. മെഡിക്കൽ സംഘത്തിന്റെ തീരുമാനം പല വിമർശനങ്ങൾക്കും സംവാദങ്ങൾക്കും തിരിയിട്ടു. ഹിസാഷിയെ മരിക്കാൻ അനുവദിക്കണമെന്ന് ഒരു കൂട്ടം വാദിച്ചു. ചിലർ അതിനെ എതിർത്തു. ഓരോ ദിവസം കഴിയും തോറും ഹിസാഷി ഓച്ചിയുടെ ശരീരം വഷളായിക്കൊണ്ടിരുന്നു. ആ സമയമൊക്കെയും അദ്ദേഹത്തെ പുനർജീവിപ്പിക്കാനുള്ള ശ്രമങ്ങൾ മെഡിക്കൽ സംഘം തുടർന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ 1999 ഡിസംബർ 21 സംഭവം നടന്ന് 83-ാം ദിവസം ഹിസാഷിയുടെ ഹൃദയം 3-ാം തവണയും നിലച്ചു. ഇനിയും അദ്ദേഹത്തെ പുനർജീവിപ്പിക്കാനുള്ള തങ്ങളുടെ ശ്രമങ്ങൾ അവിടെ ഉപേക്ഷിക്കാൻ മെഡിക്കൽ സംഘം തീരുമാനിച്ചു. അപ്പോഴേക്കും ഒരു മനുഷ്യനായി ഹിസാഷിയെ തിരിച്ചറിയാൻ സാധ്യമല്ലാതായി. റേഡിയേഷൻ ബാധിച്ച ഒരു സെല്ലായി അവന്റെ ശരീരം മാറിയിരുന്നു. വേദനാജനകമായ ഒരു പരീക്ഷണത്തിന്റെ അന്ത്യം. ഹിസാഷിയുടെ മരണം ഡോക്ടർമാർ ഉറപ്പാക്കി.
റേഡിയേഷൻ എക്സ്പോഷറിന്റെ വിനാശകരമായ അനന്തരഫലങ്ങളെക്കുറിച്ചും ആണവ വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിൽ ഉത്തരവാദിത്തത്തെക്കുറിച്ചും ഹിസാഷി ഓച്ചിയുടെ കഥ ഒരു ഭീകര ഓർമ്മപ്പെടുത്തലായി തുടർന്നുകൊണ്ടേയിരിക്കുന്നു.